മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടി ഡയറക്ടറായ എക്സോലോജിക് കമ്പനിക്കെതിരായ SFIO അന്വേഷണം സംബന്ധിച്ച നിർണായക ദിനമാണ് ഫെബ്രുവരി 12. കേസുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ഹർജികൾ ഈ ദിവസം കേരള, കർണാടക ഹൈക്കോടതികളിൽ ഏതാണ്ട് ഒരേ സമയം പരിഗണിക്കും. SFIO അന്വേഷണത്തിനെതിരായ എക്സോലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസ് നാഗ പ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസമാണ് എക്സോലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സോലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവും കമ്പനി ഉന്നയിച്ചിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. CMRL-ഉം എക്സോലോജിക്കുമായുള്ള ഇടപെടൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതി പരിഗണിക്കും. മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDC നൽകിയ അപ്പീൽ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരും. CMRL-ഉം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായ എക്സോലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് KSIDCയോട് SFIO രേഖകൾ ആവശ്യപ്പെട്ടത്. KSIDCക്ക് CMRL-ൽ 13.4% ഓഹരി പങ്കാളിത്തമാണ് ഉള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.